ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിൽ വിധി നാളെ. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞത് കാട്ടി സ്വാഭാവിക ജാമ്യത്തിൽ ഇറങ്ങാനാണ് സാധ്യത. ഇന്ന് ജാമ്യം അനുവദിക്കണമെന്ന വിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും വിവേചനം കാണിക്കുവാൻ പറ്റില്ലെന്നായിരുന്നു കോടതി നിലപാട്. പത്മകുമാറിനെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. 90 ദിവസം കാലാവധി പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതിനാൽ പത്മകുമാറും സ്വാഭാവിക ജാമ്യം തേടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. എം മനോജാണ് വിവരങ്ങളുമായി ചേരുന്നത്. മനോജ്, പത്മകുമാറും വാസുവും ഒക്കെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇന്നിപ്പോൾ കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്? പറയും. ഗൗതം, എൻ വാസുവിൻ്റെ സ്വാഭാവിക ജാമ്യ ഹർജിയിലാണ് കോടതി വിധി പറയാൻ നാളേക്ക് മാറ്റിവെച്ചത്. ഇന്ന് തന്നെ സ്വാഭാവികമായും ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പ്രതിഭാഗം വാദം. എന്നാൽ കോടതിക്ക് വിവേചനം കാണിക്കാനാവില്ല. അതായത് പ്രധാനപ്പെട്ട ഒരു കേസായതുകൊണ്ട് തന്നെ മറ്റു പ്രതികളെപ്പോലെ തന്നെയാണ് എൻ വാസുവെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. എന്തായാലും നാളെയാണ് വിധി പറയുക. SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവികമായും എൻ വാസുവിനും ജാമ്യം അനുവദിച്ച് കിട്ടും. ഇതോടുകൂടി കേസിൽ 5ാമതായി ജയിൽ മോചിതനാകുന്ന ആളാകും എൻ വാസു. കട്ടിളപ്പാളി കേസിലെ 3ാം പ്രതിയാണ് മുൻ ദേവസ്വം കമ്മീഷണറും അതോടൊപ്പം തന്നെ പ്രസിഡന്റും ഒക്കെ ആയിരുന്ന എൻ വാസു. CPM നേതാക്കളുമായി ഒരുപാട് ബന്ധമുള്ള, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടെയാണ് എൻ വാസു. അതുകൊണ്ട് തന്നെ SITയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ച എന്ന് പറയുന്നത് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിലാണ്. അതായത് ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാത്തത് കാരണം പ്രതികൾക്ക് സ്വാഭാവികമായും ജാമ്യം അനുവദിച്ചു കിട്ടുകയാണ്. ഇതുവരെ 4 പ്രതികളാണ് കേസിൽ ജയിൽ മോചിതരായിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ മറ്റു പ്രതികളും ജയിൽ മോചിതരാകും. അതേസമയം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള A. പത്മകുമാർ ഇന്ന് കോടതിയിൽ A. പത്മകുമാറിനെ ഹാജരാക്കി വീണ്ടും 14 ദിവസത്തേക്ക് കൂടെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും 82 ദിവസം A. പത്മകുമാർ ഇപ്പോൾ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ട്. 90 ദിവസമാകാൻ ഇനി അധിക നാളുകളില്ല. അപ്പോൾ സ്വാഭാവികമായും A. പത്മകുമാറും അടുത്ത ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കും. അങ്ങനെ A. പത്മകുമാറിനും ജാമ്യം ലഭിക്കാനാണ് സാധ്യത. അതേസമയം തന്നെ നാളെ തിരുവാഭരണ മുൻ കമ്മീഷണറായിട്ടുള്ള KS ബൈജുവിൻ്റെ ജാമ്യ ഹർജി കൂടെ പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ ഒരു ആഴ്ച തന്നെ 6-7 പ്രതികൾ ഈ ജയിൽ മോചിതരാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ 4 പ്രതികൾ ജയിൽ മോചിതരായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ ജയിൽ മോചിതരായത് SITയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ വിമർശനം ഉയർത്തിയിരുന്നു. കാരണം SIT ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടുവാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത്. അത്തരത്തിലൊരു സമ്മർദ്ദമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്നും ആ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതേസമയം തന്നെ തന്ത്രി കണ്ഠര് രാജീവരുടെ ഈ 2 ജാമ്യാപേക്ഷകൾ വിജിലൻസ് കോടതിയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിൽ പ്രതിഭാഗം വാദം പൂർത്തിയായിരുന്നു. ഈ വാദം പൂർത്തിയാകുന്ന സമയത്ത് ഇനി പ്രോസിക്യൂഷൻ വാദത്തിന് വേണ്ടി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രോസിക്യൂഷൻ വാദം തുടരും. തന്ത്രിയുടെ കാര്യത്തിൽ മാത്രം SIT കടുംപിടുത്തം പിടിക്കുന്നു എന്നുള്ള ഒരു പരാതി തന്നെയാണ് ഉയരുന്നത്. അതായത് തന്ത്രിക്കെതിരെ SIT കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിലെല്ലാം പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് വലിയൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ തന്ത്രിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അങ്ങനെയുള്ള ബന്ധമായിരുന്നെങ്കിൽ വെറുമൊരു കീഴ്ശാന്തിയുടെ പരികർമ്മിയായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ നിൽക്കേണ്ടതില്ലല്ലോ, വലിയ സ്ഥാനങ്ങൾ കൊടുക്കുമായിരുന്നല്ലോ എന്നുള്ളതാണ് പ്രതിഭാഗം ഭാഗം. എന്തായാലും ഈ വാദങ്ങളൊക്കെ കേട്ട കോടതി ജാമ്യ ഹർജിയിൽ ജാമ്യം നൽകണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. എന്തായാലും വിജിലൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാനാണ് ഒരു തീരുമാനം. ഓക്കെ മനോജ്, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതികൾ ഓരോരുത്തരായി ഇപ്പോൾ ജാമ്യത്തിലേക്ക് ഇറങ്ങുകയാണ്. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി വരികയാണ്. എന്നാൽ പത്മകുമാറിനെ ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡിൽ അയച്ചിരിക്കുന്നു. ഒപ്പം തന്ത്രിയുടെ ജാമ്യ ഹർജിയിലും വാദം തുടരുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയിൽ വിവരങ്ങൾ നൽകിയത് M. മനോജാണ്.